വൈ റിനൈസൻസ് ഇൻ ഇറ്റലി? നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലി? നവോത്ഥാനം ഇറ്റലിയിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിൽ നിന്നുള്ള നഗരത്തിനേക്കാളും വ്യത്യസ്തമായിരുന്നു. കാരണം അവർ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, വെൽത്തി ആയിരുന്നു, അതുപോലെ ഡൈനാമിക്, കൂടുതൽ സ്വതന്ത്രവും സമ്പന്നരും അതുപോലെ തന്നെ ഊർജ്ജസ്വലരും ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വ്യാപാരികൾക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും നല്ല ധാരണയുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവർ നല്ല രീതിയിലുള്ള ബുക്ക് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചിലവുകളൊക്കെ ക്രമമായി രേഖപ്പെടുത്തുന്നതിനാണ് ബുക്ക് കീപ്പിംഗ്. അത് തുടർന്നിരുന്നു. പിന്നെ നല്ല രീതിയിലുള്ള ട്രേഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊമേഴ്ഷ്യലൈസേഷനും റിനൈസൻസ് ഇറ്റലിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമായി. 11-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലെ വാണിജ്യവൽക്കരണം അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇതോടുകൂടി മിഡീവൽ ഫ്യൂഡലിസം, മധ്യകാലത്തിലുണ്ടായിരുന്ന ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഒപ്പം തന്നെ അവിടെ അത്ര കാലഘട്ടം റിലീജിയസ് സൂപ്രമസി വളരെയധികം ഉണ്ടായിരുന്നു. ഈ ഒരു മതമേധാവിത്വത്തിൻ്റെ ശക്തി കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു വിഭാഗം, ഒരു മിഡിൽ ക്ലാസ്, വെൽത്തി മിഡിൽ ക്ലാസ് അവിടെ ഫോം ചെയ്യാനായി തുടങ്ങി. ഒപ്പം തന്നെ അവർ പൊളിറ്റിക്കൽ പവർ ആവശ്യപ്പെട്ടു തുടങ്ങി. രാഷ്ട്രീയ അധികാരങ്ങളെ കുറിച്ച് അവർ അവബോധരായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടു. കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിൽ ഒരു വാണിജ്യവൽക്കരണം ഉണ്ടായിരുന്നു. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് തകർച്ചയ്ക്ക് കാരണമായി. അതുപോലെ തന്നെ മതമേധാവിത്വം, റിലീജിയസ് സൂപ്രമസി തകരാനായിട്ടുള്ള കാരണമായി. അതുപോലെ തന്നെ അവരൊരു വെൽത്തി ക്ലാസ് ഫോം ചെയ്യാനായി കാരണമായി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പവർ അവർ ആവശ്യപ്പെട്ടു തുടങ്ങി. ഇതാണ് കൊമേഴ്ഷ്യലൈസേഷനിലെ പോയിൻറ്റ്സ്. അപ്പോൾ തന്നെ മറ്റൊരു കാരണം ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധ നാടായി കണക്കാക്കപ്പെടുന്ന ജെറുസലേമിന് ഇസ്ലാംസും അതുപോലെ തന്നെ ക്രിസ്ത്യൻസും തമ്മിലുള്ളൊരു യുദ്ധം, അതിനെയാണ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ക്രൂസൈഡ്സ് ഉണ്ടായതോടുകൂടി ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, സാംസ്കാരിക വിനിമയത്തിന് കാരണമായി. അതുപോലെ തന്നെ ഇസ്ലാമിക് സാമ്രാജ്യം അതുപോലെ ഒരു ബൈസൻറ്റൈൻ സാമ്രാജ്യവുമായിട്ട് വളരെയധികം വാണിജ്യബന്ധം കൂടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇറ്റാലിയൻ സിറ്റിയിലേക്ക് ഒരുപാട് വെൽത്ത് ഒഴുകി വന്നു. അവരുടെ ട്രേഡ് മോണോപ്പൊളി ആരുടെ കയ്യിലായി? ഇറ്റാലിയൻ സിറ്റീസിൻ്റെ കയ്യിലായി. ഇതും കാരണമാണ്. ക്രൂസൈഡ്സ് വന്നതോടുകൂടി ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടായി, ഒരു സാംസ്കാരിക വിനിമയം ഉണ്ടായി. ഒപ്പം തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ട്രേഡ് മോണോപ്പൊളി ആരുടെ കയ്യിലെത്തി? ഇറ്റാലിയൻസിൻ്റെ കയ്യിലെത്തി. ഇറ്റാലിയൻ സിറ്റീസ് നല്ല രീതിയിൽ ഡെവലപ്ഡായി. അടുത്തത് പറയണത് ബ്യൂബോണിക് പ്ലാഗ്. 14-ാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ബ്യൂബോണിക് പ്ലാഗ്, അത് വളരെയധികം ഇറ്റലിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഡെത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്യൂബോണിക് പ്ലാഗ് ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് ഫ്യൂഡലിസം ഡിക്ലൈൻ ചെയ്യാനായിട്ട് കാരണമായി. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ ബ്യൂബോണിക് പ്ലാഗ് വന്നതോടുകൂടി അവിടെ കുറേ ആളുകൾ മരണപ്പെടാനായി കാരണമായി. ഒപ്പം തന്നെ അവിടെ ഷോർട്ടേജ് ഓഫ് ലേബറിൻ്റെ കുറവും ഉണ്ടായി. അത് ഫ്യൂഡലിസം തകരാനായി കാരണമായി. ഒരു മിഡിൽ ക്ലാസ് അവിടെ ഫോം ചെയ്തു. പിന്നെ ഒപ്പം തന്നെ ഒരു പ്ലാഗിനെ ഒരുപാട് ആളുകൾ മരിച്ചത് കാരണം ഈ ഒരു പ്ലാഗിനെ ആ ഒരു ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഒരു പുതിയ മെഡിസിൻ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ വന്നു. ഇതും റിനൈസൻസ് ഇറ്റലിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമായി. ഒപ്പം തന്നെ അടുത്തത് പറയണത് പൊളിറ്റിക്കൽ ലിബർട്ടി. ഇത്രയൊക്കെ കാരണങ്ങൾ വന്നതോട് കൂടിയിട്ട് ഒരു പൊളിറ്റിക്കൽ ലിബർട്ടി അവിടെ ഫോം ചെയ്തു, സോഷ്യൽ യൂണിറ്റി ഫോം ചെയ്തു, സിവിക് സെൻസ്, ഒരു ജനങ്ങളെ പൗരബോധം, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് വെച്ചാൽ ആത്മാഭിമാനം, ഇതൊക്കെ വളരാനായിട്ട് തുടങ്ങി. അതും ഈ ഒരു റിനൈസൻസ് ഇറ്റലിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമായി. പിന്നെ അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ള ആളുകൾ, ഇതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് മൊണസ്ട്രീസ് ആൻഡ് നണ്ണറീസ്, സമ്പന്നരായ ആളുകൾ ഇടവക ദേവാലയങ്ങൾ അതുപോലെ മോടി പിടിപ്പിക്കും. സന്യാസി മഠങ്ങൾ, കത്തീഡ്രലൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നെ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ് പറയണത്, നമ്മുടെ 1453 ഓട്ടോമൻ ടാക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ കോൺക്വർ ചെയ്തു. അതും എന്തിന് കാരണമായി? ഒരു റിനൈസൻസ് ഉടലെടുക്കാനായിട്ട് കാരണമായി.